എങ്ങനെയുണ്ട്? ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ വീഡിയോ ആണ്. എന്ത് മീനാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത് ഇവനാണ് ഇന്നത്തെ താരം, നമ്മുടെ ആവോലിയാണ് കേട്ടോ. 2 തരം ആവോലിയുണ്ട്, കറുത്ത ആവോലിയുണ്ട്, വെള്ള ആവോലിയുണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കറുത്ത ആവോലിയാണ്. അപ്പോൾ ഏകദേശം 1 കിലോ അടുപ്പിച്ചുണ്ട്. ഞാനിത് ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്ത് മീനാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മീൻ. അപ്പോൾ അവർ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പണി കുറച്ച് എളുപ്പമായി. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ പുരട്ടുന്നതിന് ആവശ്യമായിട്ട് നല്ല രീതിയിൽ വരഞ്ഞെടുക്കാം. കാരണം നല്ല ഉള്ളുള്ള മീനായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് വരഞ്ഞെടുക്കണം. എന്നിട്ട് വേണം അതിലോട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ മസാലയൊക്കെ പുരട്ടേണ്ടുള്ളത്. ഇതേപോലെ ഞാൻ ഒന്നും കൂടി ഒന്ന് വരയാണ് കേട്ടോ. കാരണം ആദ്യത്തെ കത്തി ഒന്ന് കീറിയില്ലായിരുന്നു. അപ്പം ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കും. എന്നാലേ ഇതിലോട്ടൊക്കെ നമ്മൾ മസാല ഇടുമ്പോൾ എല്ലാം ഉള്ളിലോട്ട് കയറത്തുള്ളൂ. ഇത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ അതിൻ്റെ പൊടികളൊക്കെ ഇടാം. ഞാൻ ആദ്യം ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ എരിവിന് വേണ്ടി 1.5 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് പിന്നെ ഒരു നാരങ്ങയുടെ പാതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ഇടാം. കാരണം ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്കങ്ങനെ മീനകത്തൊന്നും ഇടുന്ന അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് സാധാരണ നമ്മുടെ നോർമലായിട്ടുള്ള മസാലയാണ്. ഇനി നമ്മൾക്ക് നല്ല രീതിയിൽ ഇതിലോട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഭാഗത്തോട്ടെല്ലാം നല്ല രീതിയിൽ മസാല ചേർത്ത് കൊടുക്കുമെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ വെളുത്തിരിക്കില്ലേ. അപ്പം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ, ഇത് കൂടുതലൊന്നും വെക്കണ്ട, ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഈ മീനെ നല്ല രീതിയിൽ വേവിച്ചെടുക്കാം, നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. കാരണം ഉള്ളുള്ള മീനായതുകൊണ്ട് അതൊക്കെ നല്ലപോലെ വേവണമല്ലോ. അപ്പം നല്ല രീതിയിൽ വേവാൻ വേണ്ടി ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് 5 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ഒരു സൈഡ് വേവിക്കാം. കാരണം മീനൊക്കെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ വളരെ നമ്മൾ നല്ല നോക്കിയിട്ട് വേണം തിരിച്ചിടേണ്ടതുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു, കാരണം വലിയ മീനായതുകൊണ്ട് തിരിച്ചിടാൻ പാടുപെട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. അപ്പം നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിന്ന് വാഴയിലയിൽ പൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള വാഴയില ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പം മീൻ അതിൽ വെച്ചു. അപ്പം ഇനി അതിനകത്ത് ഞാൻ ഇടുന്നത് അതേ പാനിൽ തന്നെ കുറച്ച് സവോളയും പിന്നെ അതേപോലെ തക്കാളിയും എല്ലാം ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് അതിൻ്റെ ആവശ്യത്തിലുള്ള മസാലകളൊക്കെ ചേർത്ത്, ഒരുപാട് മസാലയൊന്നും ഇടുന്നില്ല, കുറച്ച് കുരുമുളക് പൊടിയും അത് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഇതൊന്ന് ഒരുപാടങ്ങ് വയന്നങ്ങ് കുഴയണ്ട. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ റോസ്റ്റ് ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു കുറച്ച് തേങ്ങ, അരമുറി ഒന്നും വേണ്ട, ഒരു കുറച്ച് തേങ്ങ, നമ്മുടെ കൈക്കുമ്പിൽ കൊള്ളുന്ന അത്രയും ഒരു തേങ്ങയുടെ പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിക്കുക. ജസ്റ്റ് അതൊന്ന് വറ്റുന്നതിന് വേണ്ടി ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുറുകിയൊക്കെ വരുന്നതാകുമ്പോഴത്തേക്കും, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ മസാലകളെല്ലാം കൂടെ നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ 4 സൈഡിലായിട്ട് മീനിൻ്റെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാം കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതോ അല്ലെങ്കിൽ പിന്നെ തക്കാളിയോ, നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇത് പൊതിഞ്ഞ് ഒരു വാഴനാര് കൊണ്ട് നല്ല രീതിയിൽ ഒരു 3 സൈഡ് നല്ല രീതിയിൽ, കാരണം ഇത് ഓപ്പൺ ആയി വരാതിരിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ കെട്ടിവെക്കുക. ഇതേപോലെ നല്ല രീതിയിൽ 3 സൈഡിലൊക്കെ കെട്ടിവെക്കണം. കാരണം ഇത് ഓപ്പൺ ആകാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഇരിക്കണം. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ഒരു
കല്ലാണ് എടുത്തിരിക്കുന്നത്. കല്ല് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണയൊക്കെ തടവി കൊടുക്കുക. അപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, കല്ലൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരുപാടിട്ടൊന്നും വേവിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ജസ്റ്റ് എണ്ണയൊക്കെ തടവിയതിന് ശേഷം ഇലയൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന വരെ നമുക്കൊന്ന് ഒരു സൈഡ് വേവിക്കാം. പിന്നെ അതിന് ശേഷം ഇത് വീണ്ടും തിരിച്ചിടുക. ഈ തിരിച്ചിടുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയാണ്. കാരണം നമ്മളിത് വാഴയില പൊട്ടുമോ എന്നൊക്കെ നോക്കി, കാരണം നല്ല രീതിയിൽ തന്നെ ഇത് തിരിച്ചിടണം. ഇപ്പോൾ അതാ നമ്മുടെ ഒരു സൈഡെല്ലാം നല്ല രീതിയിൽ വാഴയിലൊക്കെ നല്ല രീതിയിൽ വഴഞ്ഞു വന്നിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഇത് പൊള്ളിച്ചെടുത്തത് ഇവരാണ് ആദ്യമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു മീൻ ആവോലി കഴിക്കണതും അതേപോലെ തന്നെ വാഴയിലയിൽ പൊള്ളിക്കുന്നതും. അപ്പം ഇവരുടെ എക്സൈറ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ. ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർ ഓപ്പൺ ചെയ്തപ്പം എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി മണമായിരുന്നു. കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും നമ്മുടെ ആവോലി പൊള്ളിച്ചത് കഴിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണിത് കഴിക്കുന്നത്, പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കാരണം മീൻ ഭയങ്കര സോഫ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുവാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. Like and sub. Thank you.